നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്രിസ്മസ് സമയമായി, ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീയും ലൈറ്റൊക്കെ ഇടേണ്ട സമയമായി. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ മേടിച്ച എല്ലാ ഡെക്കറേഷൻസും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെ വീഡിയോ ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ ആറ്റിക്കിലാണ് സൂക്ഷിക്കുന്നത്. കാരണം ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇത് മുഴുവൻ താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്പേസ് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സമയമായി. ക്രിസ്മസ് കഴിയുമ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കയറ്റും. അപ്പോൾ ഒരു വർഷത്തെ ഏകാന്ത ജീവിതത്തിന് ശേഷം ക്രിസ്മസ് ഡെക്കറേഷൻസിനെ നമ്മൾ പുറത്തെടുക്കാൻ പോവാണ്, 1 by 1. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് മേടിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് മെയിനായിട്ട് ക്രിസ്മസ് ട്രീയിൽ അലങ്കരിക്കാനുള്ളതും പിന്നെ വീടിൻ്റെ വിൻഡോയിൽ വെക്കേണ്ടതും മറ്റു പുറത്തൊക്കെ ഇടുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്ന് എടുത്ത് ഇനിയിപ്പോൾ ഇന്ന് നല്ലൊരു പണിയാണ്. ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഈ താഴെ കൊണ്ടുപോയിട്ട് ഓരോന്ന് അഴിച്ച് നോക്കാം. ഇപ്പോൾ ലൈറ്റൊക്കെ വർക്ക് ചെയ്യുമെന്ന് നോക്കണം. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ലൈറ്റൊക്കെ അല്ലേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഇതിന് മുമ്പ് അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ചിലതൊന്നും തെളിയത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്, ഇത് തെളിയുന്നില്ല. കഴിഞ്ഞ വർഷം ഇത് എന്തോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇവിടെ വെച്ചിരുന്നായിരുന്നു. പക്ഷേ ഈ വർഷം ഇത് കംപ്ലീറ്റ് തെളിയുന്നില്ല. ഇത് പോയി, ഈ സെറ്റ് മുഴുവൻ പോയി. പിന്നെ ഉള്ളത് ഇത് ഉണ്ടോ, നല്ല സ്റ്റൈല്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെറിയൊരു പുൽക്കൂട് സെറ്റ്. അതുപോലെ തന്നെ ഇതൊക്കെ ടേബിൾ ഡെക്കറേഷനൊക്കെയാണ്. ടേബിളിൽ വെക്കുന്ന ക്യാൻഡിലൊക്കെ. അതുപോലെ സാന്റാക്ലോസ്. It is smaller. It is smaller. ഇതിന്റെ നടുക്ക് നമുക്ക് ഒരു ചെറിയൊരു ക്രിസ്മസ് നമ്മുടെ ഒരു നേറ്റിവിറ്റിയുടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, അത് വെക്കണം അവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ നേറ്റിവിറ്റിയുടെ ചെറിയൊരു വിത്ത് ക്യാൻഡിലുള്ള. അതിവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്യൂട്ടാണ്. നമുക്ക് വിൻഡോയിൽ വെക്കാനുള്ള കുറച്ച് പരിപാടിയാണ്. അതിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത്. പിന്നെ ഇത് റീയൂസബിൾ ആണ്. നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് അതിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട്, അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി. അപ്പോൾ നമ്മുടെ വിൻഡോയിലെ ഡെക്കറേഷൻ അവിടെ തീർന്നു. ഇനി നമുക്ക് പുറത്ത് ലൈറ്റൊക്കെ ഇടാനുണ്ട്. ജെന്നിഫർ ഓരോന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ ഓക്കെ ഇഷ്ടമുള്ളടത്ത് വെക്കുന്നുണ്ട്. ഇതിൽ കുറേ പണിയുണ്ട് ഇനി. മെരി ക്രിസ്മസ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചിരുന്നു. അതിൻ്റെ മുകളിൽ വെക്കണം. അപ്പം നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ വർഷം മേടിച്ചൊരു സംഭവമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആണിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേ സ്ഥലത്ത് തന്നെ വെക്കാം. ഇതിലൊന്നുകൂടെ ആണി പറിക്കാതെ വെച്ചിരുന്നുകൊണ്ട് സംഭവം സ്ട്രൈറ്റ് അവിടെ കൊണ്ടുപോയി തൂക്കി. അതുപോലെ ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഒരു ആണി ഉണ്ടായിരുന്നു. എവിടെയും ക്രിസ്മസ് മയം. അപ്പം ഇത് ക്രിസ്മസ് റീത്ത് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഡോറയിൽ വെക്കുന്ന ഒരു സംഭവം. ഇത് കണ്ടോ, ക്രിസ്മസിൻ്റെ ഒരു ഇത് നമ്മൾ വീട്ടിൽ ക്രിസ്മസ് സമയത്ത് നമ്മൾ ഡോറ വെക്കുന്ന കേട്ടെ.
കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതേ സംഭവം പറിച്ചിട്ടില്ല. കാരണം വൺസ് ഇനിയിപ്പോൾ എല്ലാ വർഷവും ഇതിന് ഇടാനുള്ളതല്ലേ. ഇതിങ്ങനെ ഇരിക്കും, ഒരു രസം. ഇപ്പം ഡേവിഡിനെയാണ് ക്രിസ്മസിൻ്റെ ട്രീ ആക്കാൻ. നീ അതെടുത്ത് അതിനകത്തോട്ട് വെച്ചു. എന്നിട്ട് അത് മുറുക്ക് അവസാനം ടേൺ ചെയ്യും. കനോടാ ബേബിലോ എവിടെ ഒരാള് ഓ മടുത്തു പോയി. മടുത്തോ? അപ്പോൾ ഇതാണ് ഇനി ഇതിലോട്ട് ഓരോ സാധനങ്ങൾ ലഭിക്കണം. അതിനോടത് നമ്മൾ ആദ്യം ഈ ക്രിസ്മസ് ട്രീ മേടിക്കാത്തവർക്കൊക്കെ ഉണ്ടല്ലോ ഏറ്റവും നല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം വിത്ത് ഡെക്കറേഷൻ ലൈറ്റ് എനിക്കൊന്ന് 80 യൂറോയ്ക്ക് അങ്ങോട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു. കാരണം അത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് മേടിച്ചത്. ഇവിടെ വേറെ ഒരു കുഞ്ഞ് ട്രീ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം മേടിച്ച് വെച്ചു. അതുകൊണ്ട് പുതിയ വീട്ടിലേക്ക് മാറിയപ്പം നമുക്ക് അത്യാവശ്യം വലിയൊരു ട്രീയും കിട്ടി. അതിൻ്റെ ഇടാനുള്ള ഡെക്കറേഷനും ലൈറ്റും എല്ലാം ഉണ്ടായിരുന്നു. ഇനി ആദ്യം ലൈറ്റ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഡെക്കറേഷൻ്റെ ഇടയ്ക്കൂടെ ഇതെല്ലാം കൂടെ കുത്തിക്കറ്റി ആകെ പണിയാണ്. അപ്പോൾ അങ്ങനെ ഡെക്കറേഷൻ ട്രീ മുഴുവൻ ചെയ്തു. ഒരു 1/4 മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് നമുക്ക് പുതിയ ട്രീ കിട്ടിയത്. അതായത് ക്രിസ്മസ് കഴിഞ്ഞതുകൊണ്ട് അവരത് സെല് ചെയ്ത് തീർക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാഭത്തിൽ കിട്ടി. അപ്പോൾ നമുക്കിതിന് ലൈറ്റ് മാത്രമായിട്ട് നോക്കാം. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ ഇതാണ് ഇതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള. നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയും കുറച്ച് പുറത്ത് ലൈറ്റ് ഒക്കെ ഇടാനുണ്ട്. പക്ഷേ ഇന്ന് ഭയങ്കര മഴയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ലൈറ്റ് ഒന്നും ഇടാൻ പോയില്ല. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫുള്ള് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ പിന്നെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.